Hi friends, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മയോണൈസ് ആണ്. എഗ്ലെസ് ഗാർലിക് മയോണൈസ്. ഈ സെയിം റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമേ ഇട്ടിരുന്ന റെസിപ്പി ആയിരുന്നു. പക്ഷെ അതിൽ ഒരു ചെറിയ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ആ സെയിം റെസിപ്പി തന്നെ ഒന്നുകൂടിയും നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ മയോണൈസ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് പാലും അതുപോലെ ഓയിലും. അപ്പോൾ രണ്ടും ഒരേ എമൗണ്ടിൽ എടുക്കണം, അത് ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ 1/2 ഗ്ലാസ് പാലും അതുപോലെ 1/2 ഗ്ലാസ് ഓയിലും എടുത്തിട്ടുള്ളത്. രണ്ടും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം, അത് മസ്റ്റാണ്. അതുപോലെ നമുക്ക് അധികം കുറച്ച് ഷുഗർ വേണം. ഇങ്ങനെ 1 ടീസ്പൂൺ ഷുഗർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു 3 ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അധികം 1 ടേബിൾ സ്പൂൺ വിനീഗർ വേണം, അതുപോലെ ഉപ്പും വേണം. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്ര എമൗണ്ട് ആണോ ഈ ഓയിൽ എടുക്കുന്നത് ആ സെയിം എമൗണ്ട് തന്നെ പാലെടുക്കാൻ ശ്രദ്ധിക്കാം. അത് രണ്ടും റൂം ടെമ്പറേച്ചർ ഉള്ളത് തന്നെ ആയിരിക്കണം. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് പാൽ കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്, 2 ഈക്വലായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഷുഗറിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനതിലേക്ക് ഗാർലിക്, നമ്മൾ ഗാർലിക് മയോണൈസിൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്ക് ഗാർലിക് ഞാനൊരു 3 ഗാർലിക് മീഡിയം സൈസിലുള്ള ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 എനിക്ക് ഫ്ലേവർ കുറച്ചധികം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ 3 ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാം, പെട്ടെന്ന് നമുക്ക് അറിഞ്ഞിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാൻ വിട്ടുപോയി. നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എപ്പോഴും എടുക്കാൻ ശ്രദ്ധിച്ചോളൂ. അതായത് പാട നീക്കാത്ത മിൽക്ക്, എന്നാലേ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലോണം അരച്ചിട്ട് വരാം. പിന്നെ ഇത് ഞാൻ അടിക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മളിത് ഹൈ സ്പീഡിലിട്ട് വേണം ചെയ്യണം. അതായത് ഞാനിപ്പോൾ റൈറ്റ് ചെയ്യുന്നത് മിക്സിയുടെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ 3 ഞാൻ അടിക്കുന്നത്. അതിപ്പോൾ 3 നമുക്കൊരു 30 സെക്കൻഡ് മാക്സിമം അടിച്ചെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം, നമ്മളുടെ മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്, കറക്റ്റ് തിക്കാവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ കണ്ട കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മളുടെ മയോണൈസ്. 30 സെക്കൻഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും ആ സെയിം സാധനം വീണ്ടും അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഒന്നും കൂടി ലൂസ് ആവുകയുള്ളൂ. പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഓയിൽ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി തിക്നെസ് ആവുന്നവരെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എഗ്ലെസ് ഗാർലിക് മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി മയോണൈസ് ആണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെയുള്ള ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.